ുമായി ഡോക്ടർ ടിജു സാർ മനോരമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകി. ഓഗസ്റ്റ് 31 മനോരമയിൽ മറ്റു പത്രങ്ങൾക്കൊന്നും കിട്ടാത്തൊരു വാർത്ത കിട്ടി. എക്സ്ക്ലൂസീവ്. ജിജോ ജോൺ പുത്തേഴത്ത്, ഇത് ജിജോ ജോൺ പുത്തേഴത്തിന്റെ ബൈലൈനിൽ ടിജോ സാർ കൊടുത്തൊരു വാർത്ത വന്നു. ആ വാർത്ത ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയതിൽ ഉന്നതരും കബളിപ്പിക്കപ്പെട്ടവരിൽ മലയാള സിനിമയിലെ 2 നടന്മാരുമെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് നടന്നതും വാർത്ത മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടിയതും സെപ്റ്റംബർ 23. എന്നാൽ മനോരമയ്ക്ക് ഡോക്ടർ ടിജു സാർ ഓഗസ്റ്റ് 31 തന്നെ വാർത്ത ചോർത്ത് നൽകി. അന്ന് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടവരിൽ നടന്മാർന്ന. ഇപ്പൊ അവര് പ്രതികളാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്തയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അന്ന് ടിജു സാർ നൽകിയ വാർത്തയിലുണ്ട്. അപ്പോ ഈ ഗൂഢാലോചന ഡോക്ടർ ടിജു സാർ തുടങ്ങിയിട്ട് കുറെ കാലമായി. ടിജു സാറേ, ഇതൊക്കെ ഇങ്ങനെ മറുപടി പറയേണ്ടി വരും. ടിജു സാർ, ഈ ഗൂഢാലോചനയിൽ ഡോക്ടർ ടിജു സാർ മാത്രമല്ല പലരും ഉണ്ടെന്നാണ് ഈ വാർത്ത നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു മാസമായിട്ട് പുള്ളി ഇതിന്റെ പിന്നാലെ കിണഞ്ഞു നിൽക്കുക. പറഞ്ഞു വന്നത് ഈ ടിജു സാർക്ക് സെലിബ്രിറ്റികളോട് വൻ പുച്ചും പരിഹാസും. അങ്ങനെ പുച്ച മൂത്ത് പുറത്തേക്ക് തള്ളി വന്നപ്പോൾ മൂപ്പര് മോഹൻലാലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിൽ പറയുന്നത്, മെയ് 21 നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസ